വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 80 ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിനുള്ള ഒരു ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കണമേ, പഴയ കാലത്തെ പോലെ വീണ്ടും അവരെ കൃപയോടെ നോക്കണമേ എന്നുള്ള ആവശ്യം ഈ സങ്കീർത്തനത്തിൽ ഉച്ചരിക്കുന്നു. ഇസ്രായേൽ ഒരു മുന്തിരിവള്ളി പോലെ ദൈവം നട്ടതും പിന്നീട് അവരെ ശിക്ഷിച്ചതും ഇപ്പോൾ ദയവായി തിരിഞ്ഞു നോക്കണമെന്നതുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ മുഖം തിരിഞ്ഞുപോയതിൻ്റെ വേദനയും അവൻ്റെ കൃപ തിരികെ ലഭിക്കണമെന്നുള്ള ആഗ്രഹവും പ്രതിനിധീകരിക്കുന്നു. 81 സങ്കീർത്തനത്തിൽ ആസാഫ് ദൈവം തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയും അവരുടെ അനുസരണക്കേടിനെക്കുറിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ആഹ്വാനമാണ്. ഇവിടെ കാണുന്നത് ദൈവം ഇസ്രായേലിനായി ചെയ്ത രക്ഷാകർമ്മങ്ങളാണ്. മിസ്രയീമിൽ നിന്നുള്ള മോചനം, ചുമടുനീക്കം, കഷ്ടകാലത്തെ രക്ഷ. എന്നാൽ ജനങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ അനുസരണം. അതിലൂടെ അവരെ അനുഗ്രഹിക്കാനാണ് ഈ സങ്കീർത്തനം. ദൈവത്തിൻ്റെ ദയയും നീതിയും മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യവും അനുസരണത്തിൻ്റെ മഹത്വവും ഇവിടെ പ്രതിപാദിക്കുന്നു. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമരളി. മെരീബ ജലാശയത്തിന് അരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു. സങ്കീർത്തനം 81 അധ്യായം 6-7 തിരുവചനങ്ങൾ. ദൈവം ന്യായാധിപന്മാരുടെയും വിധികർത്താവാണെന്നതാണ് 82 സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം. അവർക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്തമനുസരിച്ച് നീതിപൂർണമായ വിധി നടത്താൻ ആഹ്വാനം ചെയ്യുന്നു. ദരിദ്രർക്കും അനാഥർക്കും നീതി നൽകാൻ, പീഡിതരെ രക്ഷിക്കാൻ, അക്രമികളെ തടയാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അവർ അന്യായം ചെയ്യുന്നു. അതിനാൽ ദൈവം അവരെ ശിക്ഷിക്കും. ഈ സങ്കീർത്തനം സാമൂഹ്യ നീതിയുടെ ദൈവിക ആവശ്യകതയും അധികാരസ്ഥരുടെ ഉത്തരവാദിത്വവും ശക്തമായി ഉയർത്തുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.